അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാപമോചന പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അഥവാ പാപമോചനം തേടുന്നതിൽ സയ്യിദായി നേതാവായി നിൽക്കുന്ന പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത, ഇത് രാവിലെ ഒരാൾ ചൊല്ലിയിട്ട് വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ മരണപ്പെട്ടു പോയാൽ ആ വ്യക്തി സ്വർഗത്തിലാണ്. അതേപോലെ തന്നെ വൈകുന്നേരം ചൊല്ലിയിട്ട് രാവിലെയുടെ മുമ്പേ മരണപ്പെട്ടു പോയാൽ, അഥവാ യഖീനോടുകൂടി ചൊല്ലിയാൽ ആ വ്യക്തി സ്വർഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ പ്രാർത്ഥന ഏത് രൂപത്തിലാണ് എന്ന് നമുക്ക് നോക്കാം. അതിങ്ങനെയാണ്: അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുവേ നീയാണ് എൻ്റെ രക്ഷിതാവ്, ലാ ഇലാഹ ഇല്ല അൻത, നീയല്ലാതെ ആരാധ്യനില്ല, ഖലഖ്തനി വ അന അബ്ദുക്, നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു, ഞാൻ നിൻ്റെ അടിമയാകുന്നു, വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു, ഞാൻ നിന്നോടുള്ള കരാറുകളും വാഗ്ദാനങ്ങളുമൊക്കെ മാക്സിമം പാലിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അഊദു ബിക മിൻ ശർരി മാ സനഅതു, ഞാൻ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളുടെ ഷർറിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ലക ബിദംബി, നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളൊക്കെ ഞാൻ അംഗീകരിക്കുന്നു, അതേ സന്ദർഭത്തിൽ ഞാൻ ചെയ്ത തെറ്റുകളെയും ഞാൻ അംഗീകരിക്കുന്നു. അതുകൊണ്ട് ഫഗ്ഫിർലി, നീ എനിക്ക് പുറത്തു തരണമേ, ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത്, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല. അപ്പോൾ ഇതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇത് അർത്ഥമറിഞ്ഞുകൊണ്ട് കാണാതെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ചൊല്ലുക. ആത്മാർത്ഥമായിട്ടാണ് നാം ചൊല്ലുന്നതെങ്കിൽ നാം മരണപ്പെട്ടാൽ നാം സ്വർഗത്തിലാണ് എന്ന കാര്യം മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.